ഡി എ ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു തീർത്ഥാടന യാത്രേൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കുട്ടികളും അഞ്ചൊന്നും പോരില്ല, ഞാൻ മാത്രമേ പോകുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാ വർഷവും ഇതുപോലെ തീർത്ഥാടനം പോരുന്നുണ്ട് കൊട്ടിയൂർക്ക്. ഇപ്രാവശ്യം 14 പേരുണ്ടായിരുന്നു. അപ്പോൾ 14 പേരായതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ട്രാവലർ എടുത്തിട്ടാണ് പോണത്. ട്രാവലർ നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ്, അത് നിവീത എന്നാണ് ട്രാവലറിൻ്റെ പേര്. ഇവർക്ക് ഇതുപോലെ 2-3 ട്രാവൽസും ഒരു ബസ്സും ഉണ്ട് കേട്ടോ. ക്രോക്കസ് ഫാമിലി ഹോളിഡേയ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടുക. അച്ഛൻ അങ്ങോട്ട് പോണ് അമ്പലത്തിക്ക് അച്ഛൻ പോവാട്ടോ. അച്ഛൻ വെയിലൂണ് ഉണ്ട് കേട്ടോ. വെയിലൂണ് കൊച്ചേട്ടൻ ഉമ്മ അച്ഛന് എനിക്ക് വെയിലൂണ് ഡോക്ടറെ ഉണ്ട്. അംഗനവാടി പോവോ? പോവോ? സ്കൂളിൽ പോവോ? ലോട്ടറി മതി. ആ ലോട്ടറി ഉണ്ട്. ട്രെയിൻ ഉണ്ട്, വലിയ ട്രെയിൻ. എനിക്കെന്താണ്ട് ഒന്നും വേണ്ട. നമ്മൾ പോയി വരുമ്പോ ഡോക്ടറും എന്നെ യാത്രയൊക്കെ വന്നാട്ടോ. ശരിക്കും വീട്ടിൽ പറയാതെ പോകണമെന്നാണ് പറയല്. കറണ്ട് ഇല്ല, കറണ്ട് പോയി. ഞാൻ പോരോ? ഓക്കെ. രാത്രി 9 മണിക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ പുലർച്ചയ്ക്ക് അവിടെ ചെന്ന് കുളിച്ചിട്ട് തൊഴുകാനാണ് പ്ലാന്. അമ്പലത്തിൽ ഭയങ്കര തിരക്കാണെന്ന് ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ വേഗം തൊഴുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇവിടെ പുറപ്പെട്ടത്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ പോകുന്നത് കേട്ടോ. ശ്രീനേട്ടം, ഉണ്ണിയേട്ടം, ജിതിന് എല്ലാവരും ഉണ്ട്, എല്ലാ ഫ്രണ്ട്സും ഉണ്ട് നമ്മളെ കൂടെ കേട്ടോ. വണ്ടി കയറി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഉണരുന്നത് കൊട്ടിയൂർ അമ്പലത്തിൽ ബ്ലോക്കിലാട്ടോ. കൊട്ടിയൂരെത്തി കഴിഞ്ഞാൽ കോഴിക്കോട്ടിൽ നിന്നും ഞങ്ങൾ വണ്ടിയൊക്കെ നല്ലൊരു പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എല്ലാ പാർക്കിങ്ങും ഫുള്ളായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കാലാവസ്ഥയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഒരു മുണ്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വിചാരിച്ചെങ്ങാനും കൂടുതൽ തിരക്കായിരുന്നു കേട്ടോ. ചെന്ന് കയറുമ്പോൾ തന്നെ ഫുള്ള് ബ്ലോക്കാണ്. ഇത് നമ്മൾ പുഴയിലേക്ക് കുളിക്കാൻ പോണ ഭാഗം കേട്ടോ, അവിടെ തന്നെ തിരക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഒഴുക്ക് പെട്ടത് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. അവിടെ ബാരിക്കേഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒഴുക്ക് കുറഞ്ഞ ഒരു പ്രദേശമുണ്ട്, അവിടെയും കയറ് കെട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുളിച്ച് പോരാം. അങ്ങനെ കുളിക്കുകയാണ് ഞങ്ങളെല്ലാവരും അവിടെ പുഴയിൽ ഇറങ്ങിയിട്ടോ. ഈ പുഴയിലുള്ള 2 കല്ലുകൾ കൂട്ടി ഉറച്ച് കഴിഞ്ഞാൽ ചന്ദനം, ഭസ്മം, രക്തചന്ദനം കിട്ടുന്നതാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും വരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടി വരച്ച് ഞാൻ ഒട്ടു. കുളിക്കാൻ പോയ സമയം കൊണ്ട് വരി ഇവിടെ മുട്ടിട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചതിനെക്കാളും കൂടി തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടേക്ക് കയറുന്ന ആ പാലത്തിൻ്റെ അവിടെ തന്നെ ബ്ലോക്കായിരുന്നു. അത്രയും തിരക്ക്, അവിടെ തന്നെ വരി നിൽക്കണമെന്നു. ഞങ്ങൾ 3 മണിയായപ്പോൾ ഞങ്ങൾ ക്യൂവിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഐതിഹ്യങ്ങൾ കൂടുതലായിട്ടൊന്നും എനിക്ക് വല്ലതും അറിയില്ല. ഐശ്വര്യത്തിനും സ്ത്രീത്വത്തിനും സദസമൃദ്ധിക്കും വേണ്ടി ദക്ഷിണയാഗം നടത്തിയ പ്രദേശമാണ് ഈ കൊട്ടിയൂർ. പുരാതന കാലത്ത് യാഗം നടന്ന സ്ഥലം. യാഗത്തിനു വേണ്ടി നദി വരെ 2ആയി പിരിഞ്ഞ ഒരു ഐതിഹ്യം കൂടിയും ഈ കൊട്ടിയൂർ അമ്പലത്തിലുണ്ട്. 3 മണിക്കുന്ന ക്യൂ ഇളകാൻ തുടങ്ങിയത് ഒരു 5:30 ആയപ്പോഴാണ്. അതുവരെ ആ നിന്ന് നിൽപ്പ്. ഈ ക്യൂ അല്ലാതെ വേറൊരു വരി കൂടി ഉണ്ട് കേട്ടോ. അമ്പലത്തിന് ദർശനം കിട്ടാതെ അമ്പലത്തിന് ചുറ്റും തൊഴുതു വരാം. അതിന് തന്നെ നല്ല തിരക്കായിരുന്നു. അമ്പലത്തിലേക്ക് 2 സ്ഥലത്തൂടെ പ്രവേശനമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. കുറച്ച് ആൾക്കാരെ കയറ്റുമ്പോൾ കുറച്ച് ആൾക്കാർ അപ്പുറത്തുനിന്ന് കയറ്റി, അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് കയറ്റി വിടുന്നത്. അങ്ങനെ ഒരു കണക്കിന് തിരക്കിയിട്ട് ഞങ്ങൾ മുമ്പിലെത്തിയിട്ടോ. അങ്ങനെ 5 മണിക്കൂർ വരി നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. ഞാനിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഭക്തരെ കണ്ടത് ഈ വർഷമാണ്. അതുപോലെ ഈ ഒരു കിണറിന് ഒരു ഐതിഹ്യമുണ്ട്, അതുപോലെ ഒരു അത്ഭുതമുണ്ട്. ഇത്രയും കലങ്ങിയ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് തെളിഞ്ഞ വെള്ളം, അത് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്, ഭക്തർ. ഞാനും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്കിന് അവിടെ പോയി തൊഴുത് മണിക്കിണറിന് വെള്ളമൊക്കെ തീർത്തൊക്കെ വാങ്ങി. അതിനുശേഷം ഏറ്റവും മുകളിൽ വന്നിട്ട് നോക്കുമ്പോൾ തിരക്ക് മനസ്സിലാവാണ്. കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ഭക്തജനങ്ങൾ കൊണ്ട് തിരക്കാണ്. ഒന്നും നിയന്ത്രിക്കാൻ പോലും കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോണ്ടോ നേരത്തെ പറഞ്ഞ 2 പ്രവേശന വഴികളിൽ ഒരു വഴിയാണിത്. നമ്മൾ നിന്ന വഴിൻ്റെ അതേ തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സമയം ഇപ്പോൾ ഏകദേശം ഒരു 9:30 സമയത്തും ഭയങ്കര തിരക്കാണ്. ഇത് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ വഴിപാടിൻ്റെ റേറ്റും കാര്യങ്ങളുള്ള ഒരു ബോർഡാട്ടോ.
ഞങ്ങൾ ഇവിടുന്ന് വഴിപാട് കൊണ്ടുവന്നാണ് പ്രസാദം വാങ്ങിയത്. അരവണയും അപ്പവും നമ്മൾ വാങ്ങി. അരവണയ്ക്ക് 100 രൂപയും അപ്പത്തിന് 50 രൂപയാണ്. തിരിച്ചു പോരാൻ അതിലേറെ തിരക്കാണ്. അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന അതേ ആളുകൾ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. അങ്ങോട്ട് കയറി പോകണമെങ്കിൽ അതേ ആൾക്കാർ ഇങ്ങോട്ടും കയറി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങി വരാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത്. ഈ ലൈനിൽ കയറിയപ്പോഴാണ് തിരക്ക് ഞാൻ കാണുന്നത്. ഇത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ദർശനത്തിനല്ലാതെ പുറത്ത് അമ്പലം ചുറ്റി തൊഴുത് പോകാൻ വരുന്ന ആൾക്കാരാണ്. അങ്ങനെ അക്കരെ കൊട്ടിയൂർ കിഴക്കനട വഴി ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി ഇക്കരെ കൊട്ടിയൂർ അവിടെ അമ്പലത്തിൽ തൊഴുകാൻ നമുക്ക് പോകണം. അതിന് കുറച്ച് ദൂരം നടക്കാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. നല്ല തിരക്കാണ്. അതുപോലെ വണ്ടികളെ ബ്ലോക്കും. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ നടയുടെ മുൻവശം കേട്ടോ. ഇതിൻ്റെ മുൻവശത്ത് നിന്ന് ഉള്ളിലേക്ക് കടക്കാൻ തന്നെ കഴിയില്ല കേട്ടോ, അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു കണക്കിന് ഞങ്ങൾ വയലിൽ പ്രവേശിച്ചു. ഏകദേശം ഒരു 1.5 മണിക്കൂർ വരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ തൊഴുകാൻ സാധിച്ചത്. അങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിലെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോണത് പെരളശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അമ്പലത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് ഒരു അമ്പലക്കുളവും നേരെ മുമ്പിൽ വലിയൊരു ആൽമരവുമാണ്. ഈ അമ്പലവും അമ്പലത്തിന് ചുറ്റുഭാഗവും നമുക്കൊന്ന് കാണാം. വെട്ടുകല്ലുകൊണ്ട് പടുത്തുണ്ടാക്കിയ കുളാട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. കുളത്തിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ എനിക്കും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും കുളത്തിൻ്റെ അടുത്തേക്ക് പോയി. വൈശാഖ മാസത്തിൽ കൊട്ടിയൂർ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ അമ്പലത്തിലും ഭയങ്കര തിരക്കാണ്. കുളത്തിൽ വന്നപ്പോൾ ഇവിടെയും ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും മീനുകളെ കാണാനും അമ്പലത്തിൻ്റെ ഭംഗിയും അത് കുളത്തിൻ്റെ ഭംഗിയും ആസ്വദിക്കാനും ഒരുപാട് ആൾക്കാർ നിൽക്കണ കണ്ടു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന 2 സൈഡിലും ഇതുപോലെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. അതിൽ കൂടുതലും ലോട്ടിക്കട. അങ്ങനെ അവിടുത്തെ തൊഴുകലും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോകുന്നത് പെരളശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങളും അമ്പലത്തിൻ്റെ ചുറ്റുഭാഗങ്ങളും കാണാം. അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് വിവിധ ധാന്യങ്ങൾ അടങ്ങിയ കഞ്ഞിയാണ് ഉണ്ടായിരുന്നത്. ചെറുപയർ, അരി, ഗോതമ്പ്, പിന്നെ പാൽപ്പായസവും. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു ഇതിനൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോണത് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കാണ്. അവിടെ എത്തുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. മഴയും അതുപോലെ തിരക്കും. പാർക്കിംഗ് കുറവായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർക്കിംഗ് കുറവാകാൻ കാരണം ഭക്തജനങ്ങളെ തിരക്കായിരുന്നു. അത് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, സാധാരണ നമ്മുടെ ചോറിന് അന്നദാനം. സമയം 2:30 ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. ഏകദേശം ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അന്നദാനം കിട്ടി. പറശ്ശിനിക്കടവ് വരെ പോയാൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലെ അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ടേ പോരാറുള്ളൂ. അതിനൊരു പ്രത്യേക രുചിയാണ്. ചോറ് വയറിലെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അടിയിൽ വീണ്ടും വരി കൂടി. അമ്പലത്തിലെ തിരക്ക് പോലെ തന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനും തിരക്കാണ്. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ വഴിപാട് കഴിക്കാനാണ്. അങ്ങനെ വഴിപാട് കഴിച്ച് വഴിപാടിൻ്റെ ചീട്ടുമായിട്ട് ഭിക്ഷ കഴിക്കാനാണ്. ഇവിടെ വന്നാൽ ഇത് കഴിക്കാതെ ആരും പോവില്ല. ഇവിടെ നല്ല തിരക്കാണ്. മുകളിൽ പോയപ്പോൾ ചെറുപയറും തേങ്ങയും, ഇതിൻ്റെ രുചി വേറെയാണ്. പിന്നെ ചായ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട്. വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടുതൽ ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്.